കുട്ടികളെ ഇതാണ് കാട്ടുചേനത്തണ്ട് എന്ന് പറയുന്നത്. ഇതാ കണ്ടോ, ഇതിൻ്റെ ഒരു വളർച്ച കണ്ടോ. ഇത് ഈ കാട്ടിലേ ഉണ്ടാവുള്ളൂ, കുന്നത്തും പറമ്പിലൊക്കെ ആയിട്ട് ഉണ്ടാവുള്ളൂ. അധികവും വീട്ടുകളിൽ അങ്ങനെ ഉണ്ടാവില്ല. ഇത് നല്ലൊരു മരുന്നുമാണ് കേട്ടോ. ഈ വൈദ്യശാലയിലേക്കൊക്കെ നല്ല ഇത് ഓരോരുത്തർ പറിച്ചുകൊണ്ടുപോകണം കേട്ടോ. എല്ലാ മരുന്നിലും അധികവും ഓരോ മരുന്നിലും കൂട്ടുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് കറി വയ്ക്കാം. അപ്പം ഇന്ന് കറി വയ്ക്കാനേ കാട്ടുചേനത്തണ്ടിന് വന്നതാണ്. ഞങ്ങൾ തേടി പോകുന്നതാണ് ഒരു പറമ്പിലേക്ക്. അപ്പോൾ ഇത് കാട്ടുചേനത്തണ്ട് നിൽക്കണം. ഇത് മോര് വറന്ന് വെക്കുക, ചക്കക്കുരും ഇതും കൂടി വെക്കുക, പിന്നെ സാമ്പാർ വെക്കുക, പരിപ്പ് ഇതും കൂടി വെക്കുക കേട്ടോ. ഇതാ ഇലയൊന്നും പറ്റില്ല, ഇത് ചൊറിയൊക്കെ ചെയ്യുക. ഇത് നമ്മൾ ശ്രദ്ധിച്ച് ഇത് മുറിക്കണം. പിന്നെ അടിഭാഗം ഒരു മരുന്നാണ് കേട്ടോ, ചേന. അത് കത്തിയോണ്ടൊന്നും തൊടാൻ പാടില്ല. ഈ മുളയുടെ പുളിരോണ്ടാണ് തോല് കളഞ്ഞിട്ട് വെക്കുക കേട്ടോ. നല്ല കാളം കൂട്ടാനൊക്കെ വെക്കും പോലെ കുറുങ്ങനെ നല്ല പുളിയുള്ള മോരിൽ വെക്കുക. അതൊരു മരുന്നാണ്. ഈ മൂലക്കുരുവൊക്കെ ഉള്ള കൂട്ടിക്കൊക്കെ ഫസ്റ്റാണ്, ക്യാൻസറൊക്കെ ഉള്ള കൂട്ടിക്കൊക്കെ. ഇതേ ചേന ഉണ്ട് കേട്ടോ, നല്ല ചേനയാണ് ഇതിൻ്റെ അടിഭാഗം. ഇലയൊന്നും പറ്റില്ല കേട്ടോ. നമുക്ക് ഈ തണ്ട് കൊണ്ടിട്ട് കറി വയ്ക്കാം കേട്ടോ. ഏറ്റവും നല്ലതാണ്. നമ്മൾ സാധാ ചേനയെക്കാട്ടും നല്ലത്. അതുപോലെയുള്ള ചേനത്തണ്ട് കിട്ടിയ ആരും ഒഴിവാക്കരുത് കേട്ടോ. നല്ലതാണ്, ഒരു വളമൊന്നും ചേർക്കാത്തതാണ് കേട്ടോ അത്. പിന്നെ ഒരു മരുന്നുമാണ്. ഇത്രയും കർക്കിടക മാസത്തിലൊക്കെ ഇട്ടോ അത് കൂടുതലുണ്ടാവുക. ഒഴിഞ്ഞിടക്കുന്ന പറമ്പിലൊക്കെയാണ് കേട്ടോ അത് കൂടുതലുണ്ടാവുക.